ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവർ വിവാഹിതരായാലിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയെ ഒരുപാടിട്ട് അങ്ങോട്ട് കളിയാക്കുകയാണ് അവിടെ അഞ്ജന. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി തന്നെ അവൾക്കൊരു ഒരു പണി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വമായിട്ട് അജയ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഭൂമി പറയാണ്, നീ എന്താ പറഞ്ഞത്? എൻ്റെ ചായ അങ്ങോട്ട് അപമാനിക്കുമല്ലേ നീ? തെരുവി കിടക്കണവരുടെ ചായ ഒന്നും നീ കുടിക്കില്ലല്ലേ മോളെ? നിനക്കിട്ട് ഞാൻ അന്ന് തന്നത് നീ മറന്നിട്ടില്ലല്ലോ. ഇനിയും എനിക്കത് തരാനായിട്ടേ ഒരു മടിയില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അഞ്ജന ഒന്ന് പേടിച്ച് നിൽക്കാം. അതെ, നീ എന്താ വിചാരിച്ചത്? അജയ് സാറെ അങ്ങോട്ട് കല്യാണം കഴിച്ച് കളയാന്നോ? പക്ഷേ നടക്കില്ല. അജയ് സാറും ഞാനും തമ്മിലേ അഫെയർ ഉണ്ട്. എൻ്റെ ചെറുക്കനാ അജയ്. അജയുടെ പെണ്ണ് ഈ ഭൂമിയും. നിനക്ക് ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാനായിട്ട് പറ്റില്ലടി. ഞങ്ങൾ രണ്ടുപേരെ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പം നീ എന്ത് ചെയ്യും? ദേ, എൻ്റെ ചെറുക്കൻ്റെ നേരെ എങ്ങാനും നിൻ്റെ കണ്ണ് വീണ് കഴിഞ്ഞാൽ നീ എൻ്റെ തനി സ്വഭാവം അറിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് പോവാം. പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജനക്ക് ഒരു ദേഷ്യം വന്നിട്ട് രക്ഷയില്ല. അഞ്ജന നേരെ അഞ്ജനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, അവളെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് അജയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ അഞ്ജനയും പോവുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ ഭൂമി പോയി ഒരു മിസ്സിങ്ങിൻ്റെ ഒരു പടം ഒട്ടിക്കുകയാണ്. മിസ്സിങ് എന്നും പറഞ്ഞിട്ടൊരു പടം ഒട്ടിക്കുകയാണ്. അപ്പോഴാണ് സത്യൻ അങ്ങോട്ട് വരുന്നത്. ആഹാ, പോലീസിൻ്റെ പണിയെല്ലാം മോൾ ഏറ്റെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, സാറിൻ്റെ ഭാര്യയെയും മകളെയും ഒന്നും കാണാനില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന്. അപ്പോൾ ഈ ഒരു ജോലിയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ? അത് വേണമായിരുന്നോ? അതിൻ്റെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറെന്തിനാ എപ്പോഴെപ്പോഴും എന്നെ മോളെ എന്ന് വിളിക്കുന്നത്? എന്നെ ആ രീതിയിൽ കണ്ടിട്ടല്ലേ എന്നെ കാണുമ്പോൾ സാറിന് എന്തൊരു അടുപ്പം പോലെ തോന്നുന്നല്ലേ? അതേ മോളെ, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊരു അടുപ്പം പോലെ തോന്നുന്നു. അതേപോലെ തന്നെ സാറെ കണ്ടപ്പം മുതലേ എനിക്ക് സാറോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം, സാറോട് ഭയങ്കരമായിട്ടും അടുപ്പം തോന്നുന്ന ഒരു ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനും ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേ, അണ്ണാറക്കണ്ണനും തന്നാലായത്. അതേപോലെ എന്നെക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം സാറേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി വന്ന് ഒരു കാറ് വന്ന് നിൽക്കുക. ഇപ്പോൾ കാറ് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഭൂമി ആകെ പേടിച്ചു പോയി. സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വഴി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഭവാനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭവാനിക്ക് ഇതൊന്നും കണ്ടപ്പോൾ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി മോൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ദേ, ഭൂമിയും അജയും തമ്മിൽ ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ദേ സത്യം വന്ന് ഭൂമിയോട് സംസാരിക്കുന്നു. ഒരു മകളെന്ന രീതിയിൽ ഭൂമിയോട് സംസാരിക്കുന്നു. പക്ഷേ ഈ ഭവാനിക്ക് കറക്റ്റായിട്ട് അറിയാം താൻ കൊല്ലാൻ ഏൽപ്പിച്ച ആ പെണ്ണാണ് ഈ ഭൂമി എന്ന് കറക്റ്റായിട്ട് അറിയാലോ. ആ ഗുണ്ട കറക്റ്റ് വിവരങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തന്നെ തുറച്ച് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒറ്റ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ മേഡത്തിന് എന്തിനാണ് എന്നോട് ഇത്ര അരിശം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ അങ്ങനെയാ, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഈ ഭവാനിയുടെ ഭർത്താവിനെ കൊന്നത് ഞാനാണെന്നൊക്കെയാണ് ഭവാനി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതൊന്നും ഞാനും കാര്യമാക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഏതായാലും അവരുടെ കല്യാണം നടക്കാൻ പോവില്ല. അതോടെ ആ ഒരു പ്രശ്നം സോൾവ് ആകുമെന്ന് പറയാം. അപ്പോൾ ഭൂമിയുടെ മുഖഭാവമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. എങ്കിൽ പിന്നെ മോളെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഒന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്യാണ്. അങ്ങനെ ഭൂമി തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ ഫോണിലേക്ക് മുത്തശ്ശിയുടെ ഒരു കോള് വരിക. അപ്പോൾ ഇനി മുത്തശ്ശി ഇനിയിപ്പോൾ ഈ മുത്തശ്ശിയോട് അഞ്ജന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവോ? അവിടെ വെച്ച് വഴക്കുണ്ടായതും ഞാനും അജയ് സാറും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് ഭൂമി ആ കോൾ എടുക്കുകയാണ്. മോളെ, എനിക്ക് മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. മോൾ ഇവിടം വരെയും വരാവോ? അതിനെന്താ മുത്തശ്ശി, ഞാൻ വരാലോ എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഈ ഭവാനി. അപ്പോൾ ഭവാനി ഇങ്ങനെ മനസ്സിന്തിക്കണം, വരുന്നുണ്ട്, അച്യുതൻ്റെ മകള് വരുന്നുണ്ട്, അല്ല ഈ കുടുംബത്തിൻ്റെ യഥാർത്ഥ അവകാശി വരുന്നുണ്ട്, വരട്ടെ, അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്, അവൾ ജീവനോടെ ഇനി ഇവിടെ നിന്ന് പോകില്ല എന്നും പറഞ്ഞ് അടുക്കളയിൽ കയറിയിട്ട് വാഷ് ബേസിൻ്റെ അവിടെ എന്തോ കരണ്ട് ലീക്കാവുന്ന രീതിയിൽ കണക്റ്റാക്കി വെക്കുക. അപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഷോക്ക് അടിക്കുകയും ഇവൾക്ക് ചിലപ്പോൾ ഇവിടെ മരിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഈ ഭവാനി അവിടെ കാണിച്ചു കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഈ
നമ്മുടെ ഈ അഞ്ജന വന്ന് അമ്മയോട് പറയണം, അമ്മേ ഇത് വല്ലാത്തൊരു ഇൻസൾട്ടിങ് ആയി പോയിട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് അജയുടെ സ്റ്റേഷനിൽ പോയിരുന്നു. ആ സമയത്ത് അജയ്ക്ക് ഞാൻ പൂവൊക്കെ കൊടുത്തു. പക്ഷെ അവനത് വലിച്ചെറിയുകയാണ് ചെയ്തത്. എനിക്കതൊക്കെ വല്ലാത്തൊരു സങ്കടമോ തോന്നിയത്. അങ്ങനെ ആ ഭൂമി വരിക അവന് ചായയും കൊണ്ട്. ആ ചായ കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ അജയുടെ മേടിച്ച് ഞാൻ കളയുകയും ചെയ്തു അമ്മേ. അപ്പോൾ അവളുടെ ഒരു ഒടുക്കത്തൊരു ഡയലോഗ്, അവളെ എൻ്റെ കാരണത്ത് തല്ലിയ കാര്യം വരെ അവളന്നേരാ പറഞ്ഞു. എന്നിട്ട് വേറൊരു കാര്യം കൂടി അവൾ പറഞ്ഞായിരുന്നു. അവളെ അജയ്യായിട്ട് അഫെയറിലുണ്ട്, അതുകൊണ്ട് അജയ് എൻ്റെ ചെറുക്കനാണ്, അജയുടെ പെണ്ണാണ് ഈ ഭൂമി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് അവൾ ഷോ കാണിക്കായിരുന്നു അമ്മേ. ഇതൊന്നും സഹിച്ചും കേട്ടും കണ്ടും നിൽക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ഇതൊക്കെ എനിക്ക് മുത്തശ്ശിയെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, ഇപ്പം ഏതായാലും മുത്തശ്ശിയെ അറിയിക്കേണ്ട. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മുത്തശ്ശിയെ അറിയിക്കണം. അതാണല്ലോ അതിൻ്റേതായ രീതി. അങ്ങനെ ഈ അഞ്ജന മുത്തശ്ശിയോട് ചെന്ന് പറയണം, മുത്തശ്ശി ഇത് വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ. എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അജയെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ചായയായിട്ട് വരുന്നു. പക്ഷേ ആ ചായ അജയ് കുടിക്കുന്നതൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനതെടുത്ത് കളയുകയും ചെയ്തു. അതിന് ഈ ഭൂമി എന്തെല്ലാമാണ് എന്നെ പറഞ്ഞതെന്ന് അറിയാവോ? വേണ്ടാത്ത രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചു. അതിന് മാത്രം എന്ത് തെറ്റാണ് മുത്തശ്ശി ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഭൂമി വരിക. ഭൂമിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. പക്ഷേ ആ സന്തോഷമൊന്നും അവിടെ നമ്മുടെ മുത്തശ്ശി കാണിച്ചില്ല. അപ്പോൾ ഭൂമി, ഞാൻ ഈ കേട്ടത് മുഴുവനും സത്യമാണെന്ന് ചോദിക്കുമ്പോൾ എന്താ മുത്തശ്ശി? അല്ല, അഞ്ജനയോട് നീ മോശമായിട്ട് പെരുമാറിയോ? നീ അഞ്ജനയോട് മോശമായിട്ട് പെരുമാറിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. തിരിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി എൻ്റെ കടയെയും എൻ്റെ ചായയും അപമാനിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് ഒരു നേരത്തെ അനന്തരുന്ന കടയാണത്. അപ്പോൾ ആ കടയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി. അതുകൊണ്ട് എൻ്റെ വായെ തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇത്രയുള്ള കാര്യം. അഞ്ജന, എന്തിനാ അങ്ങനെ പറഞ്ഞത്? അജയ്ക്ക് ആ ചായ കുടിക്കാനായിട്ട് മടുപ്പില്ലല്ലോ. പിന്നെ ആ കടയിൽ നിന്ന് എല്ലാവരും ചായ മേടിച്ച് കുടിക്കുന്നതാണ്, കടികളും കഴിക്കുന്നതാണ്. പിന്നെ നിനക്ക് മാത്രം എന്താ അഞ്ജന പ്രശ്നം? അവിടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് നീ തന്നെയല്ലേ അഞ്ജന? അത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട അഞ്ജനയാണെങ്കിൽ നാണിച്ച് തലയും കുനിച്ച് നിൽക്കുകയാണ്. മോളെ ഏതായാലും മുത്തശ്ശിക്കൊരു ചായ ഇട്ടിട്ട് വാ. ഏതാണ് ആ കടയിലിടുന്നത് പോലെ അതേപോലത്തുള്ളൊരു ചായ ഈ മുത്തശ്ശിക്ക് ഇട്ടിട്ട് വാ. മുത്തശ്ശിക്കൊന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് മുത്തശ്ശി പറയാം നല്ലതാണോ എന്നൊക്കെ. മുത്തശ്ശി ഇതുവരെ മോളുടെ ചായ കുടിച്ചിട്ടില്ലല്ലോ. അതിനെന്താ മുത്തശ്ശി, ഉടനെ തന്നെ ഞാൻ ചായ ഇടാമല്ലോ. അപ്പോൾ അഞ്ജനയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ കലി സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ നേരെ ഈ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുക്കളയിൽ ഇവളെ കൊല്ലാൻ വേണ്ടി സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണല്ലോ ഈ ഭവാനി. പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി അടുക്കളയിലോട്ട് ചെല്ലുക. അടുക്കളയിലേക്ക് ചെന്ന് ഈ ചായ ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുകയാണ്. അങ്ങനെ ഈ ഭവാനി ആണെങ്കിൽ ഒളിഞ്ഞു നോക്കിയാണ്. ഇവള് മരിച്ചിട്ടില്ലല്ലേ? കുഞ്ഞിലെ ഞാൻ ഏൽപ്പിച്ചതാ അച്യുതൻ്റെ കയ്യിൽ കൊല്ലാൻ വേണ്ടി. ഇപ്പതേ കുടുംബത്തിൻ്റെ യഥാർത്ഥ അവകാശി വന്നിരിക്കുക. ഇനി അജയും ഇവളും കൂടി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ മോളും പുറത്താ. അതിന് ഈ ഭവാനി സമ്മതിക്കില്ല. ഇവളുടെ അന്ത്യം കുറിക്കണം എന്ന് വിചാരിച്ചു. ഈ സമയം തന്നെ നമ്മുടെ ഭൂമിയുടെ അച്ഛനാണെങ്കിൽ ആകെ ടെൻഷനാ. അപ്പോൾ എവിടെ പോയിരിക്കാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ഇന്ന ഒരു തറവാട്ടിലാണെന്നൊക്കെ ഭൂമി പറയാ. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് ടെൻഷൻ കൊണ്ട് ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ അച്യുതനും കൂടി സത്യം അറിഞ്ഞിരിക്കുകയാണ്. ആ വീട്ടിലെ യഥാർത്ഥ അവകാശി ഈ കൊച്ചാണെന്ന്, അതായത് ഭൂമിയാണെന്ന് അച്യുതനും അറിയാം. അപ്പോൾ ആ ഒരു ടെൻഷനിൽ പ്രാളപ്പെട്ടിങ്ങ് നിൽക്കാം. അപ്പം ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? വിചാരിക്കുന്ന പോലെ ഭൂമിക്ക് ഷോക്ക് അടിക്കോ എന്നൊക്കെ അറിയാനായിട്ട് മിസ് ചെയ്യാതെ നാളെ എല്ലാവരും ഈ എപ്പിസോഡ് കാണണമെന്നും പറയാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.